കരുത്തുകാട്ടാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യ. യുദ്ധക്കപ്പലുകളുടെ ഫോട്ടോ പങ്കുവെച്ച് നാവികസേനയുടെ മുന്നറിയിപ്പ് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒരു ദൗത്യവും അകലെയല്ല എന്ന അടിക്കുറിപ്പിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി ഉടനെന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു നാവികസേന. ഒപ്പം സൈനിക അഭ്യാസത്തിന്റെ ചിത്രവും ദൃശ്യങ്ങളും പങ്കുവെച്ചു കഴിഞ്ഞു നാവികസേന. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാനിൽ അടിയന്തര യോഗം ചേർന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു സുരക്ഷാ സമിതി. ഇതിനിടെ അതിർത്തി മേഖലകളിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. യുദ്ധത്തിനല്ല, ഭീകരവാദത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി. പഹൽഗാമിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായാൽ തുടർ നീക്കങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. കറാച്ചിയിൽ 6 യുദ്ധക്കപ്പലുകൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ട്. തുടക്കത്തിൽ ആണവായുധം തങ്ങളുടെ കയ്യിലുണ്ടെന്നും പിന്നീട് റഷ്യയുടെയും ചൈനയുടെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും വിഷയത്തിൽ ഇടപെടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ തേടിക്കഴിഞ്ഞു. ഇതിനിടെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി ആരംഭിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി. അത്തരം നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഇന്ത്യ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയ പാക് മന്ത്രി ഇന്ത്യ സ്വയം ജഡ്ജിയും ആരാച്ചാരുമാവുകയാണെന്നും ആരോപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ടും പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പാക് മന്ത്രിയുടെ പ്രസ്താവന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിരിക്കുന്നത്. ലക്ഷ്യവും സമയവും രീതിയുമൊക്കെ സേനയ്ക്ക് നിശ്ചയിക്കാം. ഇന്ന് രാവിലെ മന്ത്രി സുരക്ഷാ സമിതി യോഗം വീണ്ടും ചേർന്നിരുന്നു. കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേർന്ന് തിരിച്ചടി നീക്കങ്ങൾക്ക് അന്തിമ അംഗീകാരം നൽകുക ക്യാബിനറ്റിലാവും. 1999 കാർഗിൽ യുദ്ധത്തിന് മുമ്പ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു. നിയന്ത്രണ രേഖ മറികടക്കരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇത്തവണ ഇന്ത്യ ഏത് തരത്തിലാണ് തിരിച്ചടി നീക്കം സ്വീകരിക്കുക എന്നതിൽ വ്യക്തതയില്ല. തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നിർണായക വാർത്താ സമ്മേളനം ഉടനുണ്ടാകും.